20 രാജ്യങ്ങൾ, അതിൻ്റെ തികച്ചും വ്യത്യസ്തമായ സംസ്കാരങ്ങൾ, ഭൂതവും ഭാവിയും വർത്തമാനവും ഇവിടെ ഒന്നിക്കുകയാണ്. ദുബൈയിൽ മതകാര്യ വകുപ്പ് സംഘടിപ്പിച്ച ആ മേളയുടെ വ്യത്യസ്തതകളാണ് വീക്കെൻഡ് അറേബ്യയിൽ ഇനി. ലോകത്തെമ്പാടുമുള്ള സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ മഴവിൽ ചന്തം. അത് ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ് ദുബൈ മതകാര്യ വകുപ്പും മുഹമ്മദ് ബിൻ റാഷിദ് സെന്റർ ഫോർ ഇസ്ലാമിക് കൾച്ചറും. ഇരുപത് രാജ്യങ്ങളുടെ സാംസ്കാരിക അടയാളങ്ങളെ ഒന്നിച്ചു ചേർത്തുകൊണ്ടായിരുന്നു വ്യത്യസ്തമായ ഫാഷ് യൂണിറ്റി എന്ന പ്രദർശനം. ഖവാനീജിലെ സായിദ് ബിൻ മുഹമ്മദ് സെന്റർ ഫോർ ഫാമിലി ഗാദറിംഗിലെ ഈ മേള 3 ദിവസം നീണ്ടുനിന്നു. ഫാർ ഈസ്റ്റിലെയും യൂറോപ്പിലെയും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങൾ, അവരുടെ ജീവിതം, കലകൾ എല്ലാം സംഗമിക്കുന്ന മേള. സമ്പന്നമായ ഭൂതകാലത്തെ തിരിച്ചുപിടിക്കുക, അവയെ വർത്തമാന കാലവുമായി ബന്ധിപ്പിക്കുക, ശോഭനമായ ഭാവിക്ക് ഈ അനുഭവങ്ങളെ മുതൽക്കൂട്ടാക്കുക. ഈ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയായിരുന്നു ഫാഷ് യൂണിറ്റി. ഇന്ത്യയും ഈ മേളയിൽ ശക്തമായ സാന്നിധ്യമായിരുന്നു. മേളയിൽ പങ്കെടുത്ത പല രാജ്യങ്ങൾക്കും സമ്പന്നമായ ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭൂതകാലമോ വർത്തമാനമോ ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഖർവാൻ നൂർ മുഹമ്മദ്. അതിന്റെ വൈവിധ്യം പരസ്പരം മനസ്സിലാക്കാനാണ് ഇത്തരമൊരു മേളയിലൂടെ ശ്രമിക്കുന്നതെന്ന് സംഘാടകർ പറയുന്നു. Fashion and unity, I make it together. So now it is 21 nationality they join with us, and they show to us, even me, I myself, I learned the culture of the Latin America. You know that around 8 countries or 9 countries of Latin America they join. ഇത്തരം പരിപാടികൾ തുടരാൻ തന്നെയാണ് സംഘാടകരുടെ തീരുമാനം. വിവിധ രാജ്യങ്ങളിലെ പൗരന്മാർ ഒന്നിച്ചു കഴിയുന്ന ദുബൈ തന്നെയാണ് സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഐക്യത്തിന് ഏറ്റവും പറ്റിയ കേന്ദ്രമെന്ന് ഇവർ മനസ്സിലാക്കുന്നു. സമ്പന്നമായിരുന്നു ഇന്ത്യൻ പൗലിയൻ. കർണാടക സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ്ബാണ് ഇന്ത്യൻ സാംസ്കാരിക പാരമ്പര്യങ്ങളെ പരിചയപ്പെടുത്തുന്ന സ്റ്റാൾ ഒരുക്കിയത്. Which shows the culture and tradition of Indian culture, especially the old traditional cultures and the heritage things are presented over here. Especially thanks to Awqaf of Government of Dubai, Community Development of Authority of Dubai and Government of Dubai. അറബിക് കാലിഗ്രഫിയിലെ ഇന്ത്യൻ സംഭാവനകൾ, പഴയകാല ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ ഇവയെല്ലാം ഈ സ്റ്റാൾ പരിചയപ്പെടുത്തി. കൈകളിൽ മനോഹര മാതൃകകളിൽ മെഹന്തിയിട്ട് ചുവപ്പിക്കാൻ പെൺകുട്ടികൾ മത്സരിച്ചു. മികച്ച സ്റ്റാൾ ഒരുക്കിയ 9 രാജ്യങ്ങളെ സംഘാടകർ സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. ഇന്തോനേഷ്യയുടെയും മറ്റും നയതന്ത്ര പ്രതിനിധികളും പരിപാടിക്ക് സാക്ഷ്യം വഹിക്കാനെത്തി. കൂടുതൽ രാജ്യങ്ങളെ പങ്കെടുപ്പിച്ചാണ് ഇതിന്റെ തുടർച്ചയുണ്ടാവുക എന്ന് ഫാഷ് യൂണിറ്റിയുടെ സംഘാടകർ ഉറപ്പു പറയുന്നു. കാത്തിരിക്കാം അടുത്ത ഫാഷ് യൂണിറ്റിക്കായി. 2 പതിറ്റാണ്ട് പിന്നിടുന്ന ഈ ഘട്ടത്തിലെങ്കിലും നോർക്ക സംവിധാനം അടിമുടി മാറേണ്ടതുണ്ട്. അതിന് പ്രവാസ ലോകത്തിൻ്റെ പൂർണ്ണ പിന്തുണ ഭരിക്കുന്നവർ ഉറപ്പുവരുത്തേണ്ടതും അനിവാര്യമാണ്. ലുലു വീക്കെൻഡ് അറേബ്യ അവസാനിക്കുന്നില്ല. ഈ എപ്പിസോഡിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വിലയിരുത്തൽ, വിമർശനങ്ങൾ എന്നിവ ഞങ്ങൾക്ക് പ്രധാനമാണ്. വീക്കെൻഡ് അറേബ്യയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവ നിങ്ങൾക്കും നിർദ്ദേശിക്കാവുന്നതാണ്. വീക്കെൻഡ് അറേബ്യയുടെ മുൻ എപ്പിസോഡുകൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, media1tv.in. തൽക്കാലം വിട. അടുത്ത വാരാന്ത്യത്തിൽ വീണ്ടും.